ഹെൽത്തി. പത്രക്കാരെന്ന് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഇപ്പൊ അറിയാറായിട്ടില്ല. വേണ്ട. ഫുൾ ടൈം ആളല്ലേ സാർ? 24 hours. ഇനി ഇവിടുന്ന് ഊരി പോകുന്ന പ്രശ്നമില്ല, അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഈ കൂട്ടിന്ന് പുറത്തേക്ക് കാണിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ആരെങ്കിലും അകത്തേക്ക് പോകാറുണ്ടോ? പോവല്ലോ. ഇഞ്ചക്ഷൻ, മരുന്നുകൾ, ഭക്ഷണം എല്ലാം അകത്തുകൊണ്ട കൊടുക്കുകയല്ലേ. അതുകൊണ്ടൊക്കെയല്ലേ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നേ. ആ കീങ് എടുത്ത്. കീങ് അമ്മേ. ആക്രമണ സ്വഭാവം കൊണ്ടുവന്ന അന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തില്ലേ. അതിനൊക്കെ ഇന്നിപ്പോ ഒരു ഒറ്റ സൂചി പോരെ. എന്നെ ഓർമ്മയുണ്ടോ? സൂക്ഷിച്ചു നോക്ക്. കണ്ടിട്ടുണ്ടോ? അല്ല സാറേ, അത്ര അടുത്തങ്ങനെ പോയി നിക്കണ്ട. തോളുകൊണ്ടൊക്കെ ചാർജ് ചെയ്യാം വേണേല്. ഏയ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലടാ. ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ടേ? ആ കൈ ഒന്ന് അഴിച്ചു കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? അഴിച്ചു തന്നാ മര്യാദക്ക് ഇരുന്നോളാമല്ലോ. എങ്കിൽ ഞാൻ അഴിച്ചുതരാം. ഒന്ന് അഴിച്ചു നോക്കട്ടെ സാർ? നോക്കൂ. മര്യാദക്ക് കിടന്നോണം. പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ഭയന്നതുപോലെ സംഭവിക്കുമെന്നാ ഇപ്പൊ പേടി. അവന്റെ കയ്യിൽ നിന്ന് ഒരു വസ്തുവും കിട്ടുന്ന കോളില്ല. എന്ത് ചോദിച്ചാലും ഒരുതരം ബ്ലാങ്ക് ഇരിപ്പ്. ഇനി അതും ഒരു കള്ളത്തരമാണോ? ഛേ, അതൊക്കെ ഞാൻ കുറെ അനുസരിച്ച് ചെയ്തു നോക്കി. അഭ്യാസമൊന്നുമല്ല. ഈസ് മാഡ് ലപ്പി. പോരാത്തിന് എത്രയാ മരുന്ന് കയറ്റുന്നേ. മരുന്ന് കയറ്റി കയറ്റി വെജിറ്റബിൾ മാതിരി ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ അവനെ ഒന്നും ചെയ്യാൻ നോക്കില്ല. കേസ് എടുക്കാൻ പോലും പറ്റില്ല. ഏതായാലും അവൻ നമ്മുടെ കസ്റ്റഡി കിടക്കല്ലേ. അതുകൊണ്ട് എന്ത് കാര്യം? അവന്റെ തല നേരെയായെന്ന് കോടതിക്ക് ബോധ്യമാവുന്നതുവരെ അവനെതിരെ ഒരു ഇല അനക്കാൻ പോലും പറ്റില്ല. തൊടാനൊക്കില്ല. നേരെ ആയില്ല, അത്ര തന്നെ. ഏതായാലും ഇനി പുറത്ത് കൊലകൾ നിൽക്കുമല്ലോ. ഇത് തന്നെ ഐജിയും പറയുന്നത് കേട്ടു. അതുകൊണ്ട് എന്ത് വിശേഷം? ഈ കഴിഞ്ഞതൊക്കെ തെളിയിക്കണ്ടേ? അതിനാദ്യം ഇവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കെങ്കിലും 100% ബോധ്യം വരണ്ടേ? ദ വെരി 100%. രൂപയോ? ഇതെന്താ, നിങ്ങൾ കല്യാണ സീസൺ നോക്കി വില കൂട്ടുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ആഹാ,
കഴിഞ്ഞ മാസം ഇതേ സാധനം ഞാൻ ഇവിടുന്ന് 170 രൂപയ്ക്ക് വാങ്ങിച്ചതോ? അതിന് മേലും ഈ ഡിസൈൻ കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ആ, ഇതിനെന്താ വില? ഇത് 275. ഇതിനെന്താ വില? 180 രൂപ. ആ പിന്നെ വളരുത് കേട്ടോ. ലപ്പി ലപ്പി. മാഡം, താങ്ക് യു മാഡം. ആ നിൽക്കുന്ന ചരക്കില്ലേ, അതാണ് പത്മം. കുവൈറ്റ് മണിയുടെ That's it. കൊള്ളാലോ. പിന്നെ ചുമ്മാതാണോ അങ്ങേരും? എന്നെ അവർക്കറിയാം. അതുകൊണ്ട് നീ പോയി അവരുടെ ആക്ടിവിറ്റീസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വാ. AL92277 വൈറ്റ് കോണ്ടസ കാറിലാണ് അവർ പോയത്. ലോക്ക് ചെയ്തിട്ടത് KRM 3393 മാരുതി ബ്ലൂ കളർ. മാരുതി അവരുടെ തന്നെയാണ്. മറ്റേ നമുക്ക് തപ്പിയെടുക്കാം. സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഇട്ട കൈത്തണ്ട. ഒരു മിസ്റ്റർ ഫിലിപ്പ് തെന്നലക്കൽ ജോർജ് എന്നാ പുള്ളിയുടെ മുഴുവൻ പേര്. ഫിലിപ്പ് തെന്നലക്കൽ ജോർജ്. ആ പേര് എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ. മുടിഞ്ഞ കാശാ, മില്ലണേറാ. പുള്ളിക്ക് 2-3 ഫാക്ടറീസും ഉണ്ട്. ഒരുപാട് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കിടക്കുന്ന ബിസിനസ്സാ. എന്ത് പ്രായമുണ്ട്? ഒരു 49-50. പക്ഷേ കണ്ടാൽ അത്രയും തോന്നിയില്ല. ആള് ഭയങ്കര സ്മാർട്ടാ. ആണല്ലോ. എവിടെ താമസം? ഇവിടെ അടുത്താ, സിറ്റിയുടെ സബർബിൽ തന്നെ. പുള്ളിക്ക് ഒരു 10-40 ഏക്കർ തോട്ടമുണ്ട്. അതിന്റെ ഉള്ളിലാ നല്ല സ്റ്റൈൽ ആൻഡ് ലിവിങ്. എങ്ങനെ എന്ന് പറഞ്ഞാല് പുള്ളി ഒറ്റയ്ക്കാ അവിടെ. ഫാമിലി ഒന്നുമില്ല. അതെന്താ? കെട്ടികളുമായിട്ട് ബന്ധം പിരിഞ്ഞതാ, ഡൈവോഴ്സ്. പെമ്പറന്നൂത്ത് ഇപ്പൊ ഇംഗ്ലണ്ടിലാ. അവര് വേറെ കെട്ടി. ഇങ്ങനെ കിട്ടിയിട്ടില്ല. പിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി കാണും? ഒരു 8-9 കൊല്ലം ഇങ്ങേർക്ക് ഇവിടെ വേറെ സ്ഥിരം കുട്ടികൾ വല്ലതും ഉണ്ടോ? കാണും. അത് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതിപ്പോ പത്മമായിട്ടുള്ള വളപ്പിന്റെ ആദ്യത്തെ സ്റ്റേജിലാ. അവള് നോക്കിയപ്പോ ഉണ്ടായിരുന്നവൻ ചത്തുപോയ സ്ഥിതിക്ക് വേറൊരാൾ വേണമല്ലോ, വണ്ടി ഓടണ്ടേ. ഏതായാലും ഈ കക്ഷിയെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യേണ്ടി വരും. സാർ, സപ്പോസ് കുവൈറ്റ് മണി ഉള്ളപ്പോഴാണ് ഈ ബന്ധം തുടങ്ങിയതെങ്കിലോ? അതൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ സാർ. കുവൈറ്റ് മണിയേക്കാൾ ഒരുപാട് പ്ലസ് പോയിന്റ് ഇങ്ങേർക്കുണ്ട്. അവളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കുറെ കൂടെ വലിയ കാശുകാരൻ, പിന്നെ കുടുംബത്തിന്റെ ബാധ്യതയില്ല. കാണാനും സ്മാർട്ട്. അതെ, മണി ഉണ്ടെങ്കിൽ അഫയർ നടക്കില്ല. കാരണം നാട്ടുകാരും വീട്ടുകാരും എതിർത്തിട്ടും അവളെ വിടാൻ കൂട്ടാക്കാതെ ആശാൻ പരസ്യമായിട്ട് ഒന്ന് കളിച്ചത്. അതെ, പത്മത്തിനും മണിയെ പിണക്കാൻ പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അയാൾ എങ്ങനെയായിരിക്കും പൊട്ടിത്തെറിക്കാന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. എന്നാൽ ഒഴിവാക്കാൻ വേണം. അങ്ങനെ വരുമ്പോ അവളും മിസ്റ്റർ ഫിലിപ്പും ഒരേ ഇന്റൻഷനിൽ വന്നു നിൽക്കുന്നു അയാളെ ഒഴിവാക്കുന്ന കാര്യത്തിൽ. അവർ രണ്ടുപേരും കൂടെ ഒരു രഹസ്യ ധാരണയിൽ എത്തിയെന്ന് വിചാരിക്കുക. സാറ് പറയുന്നത് സെൻസാ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുവൈറ്റ് മണി പത്മത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടുന്നാ പോയത്. ജോയി സാർ, നമുക്ക് ഈ മനുഷ്യന്റെ വീട്ടിലൊന്ന് പോകണം.
മിസ്റ്റർ ഫിലിപ്പ് തെന്നലക്കൽ ജോർജിന്റെ. സാർ, അതാണ് ഫിലിപ്പ്. ഹലോ ഫിലിപ്പ്. ഹരിദാസ് ദാമോദരൻ, DSP. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. പ്ലീസ് കമിൻ, നമുക്കകത്തിരിക്കാം. തനിച്ചാണല്ലേ? ആ, ഈയിടെയായി. വാട്ട് വിൽ യു ഹാവ്? സംതിങ് ഹോട്ട്? താങ്ക്സ്, ഐ എം ഓൺ ഡ്യൂട്ടി. ഓ, ചായ? ഓക്കെ. നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഓ ഓ, പക്ഷേ എവിടെ വെച്ചാണെന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഇറ്റ് മസ്റ്റ് ബി മിസ്റ്റർ മണിയുടെ ബെറിയലിന് മുമ്പ് ആ വീട്ടിൽ വെച്ചായിരിക്കും. ആ, അതെ. അവിടെ നിന്ന് പോലീസിന്റെ ബഹളമായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് മിസ്റ്റർ ഹരിദാസിനെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അന്നത്തെ ആ ഷോക്കും. നിങ്ങൾ കുവൈറ്റ് മണിയുടെ വീട്ടിലൊന്നുണ്ടായിരുന്നോ? ഓ, അവിടെ നിന്ന് വരാൻ കാരണം? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. എങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ മിസ്റ്റർ ഫിലിപ്പ്. പിന്നെന്താ പറയേണ്ടത്? നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു? ഒരുപാട് കാലം. വി വെയർ ഓൾഡ് ഫ്രണ്ട്സ്. അങ്ങനെ വേഗമായിട്ട് പറഞ്ഞാൽ പോരെന്നാ പറഞ്ഞത്. പിന്നെ എത്ര കൊല്ലം? ഒരു 10-25. ഞങ്ങൾ കോളേജ് മേറ്റ്സും കൂടെയാ. നിങ്ങൾ തമ്മിലിപ്പോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ ഷെയറോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഏയ്, അതൊന്നുമില്ല. കോളേജിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ പലരും പല വഴിക്ക് പോയല്ലോ. മണി കുവൈറ്റിലായിരുന്നു. ഞാൻ ഫിലിപ്പൈൻസ്, ഹോങ്കോങ്, ലണ്ടൻ, പിന്നെ കുറെ കാലം സിംഗപ്പൂർ. എല്ലായിടത്തും ബിസിനസ് ചെയ്ത് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വരുമ്പോൾ മണി ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് രണ്ട് പഴയ ഫ്രണ്ട്സിന്റെ റീയൂണിയനായി. ഇതിപ്പോ എത്ര കൊല്ലം? ഒരു 6-7 കൊല്ലം, അത്രേ ഉള്ളൂ. ഐ സെറ്റിൽ ബാക്ക് ഇൻ 82-83. അപ്പോഴത്തേക്ക് നിങ്ങളുടെ കല്യാണം മുറിഞ്ഞിരുന്നു അല്ലേ? യാ. നിങ്ങൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? അങ്ങനെ ചത്തതിന് ശേഷമല്ല, മുമ്പ്? 1-2 പ്രാവശ്യം. മണിക്കൊരു കീപ്പുണ്ടായിരുന്നല്ലോ, പത്മം. അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. അറിയാമായിരുന്നല്ലേ? ഉവ്വ്, കണ്ടിട്ടുണ്ട്. മണിയോട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടോ? എന്തിന്? മണിയുടെ സകല ബിസിനസ് കൂടെ ചേർത്ത് വെച്ചാൽ എന്റെ ബിസിനസ് മാപ്പിന്റെ ഒരു മൂലയെ തൊടത്തില്ല. ഹി വാസ് എ സ്മോൾ ഫ്രൈ, മൈക്രോസ്കോപ്പിക് വെൻ യു കമ്പയർ വിത്ത് മീ. അതെനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പുള്ളി ഇങ്ങനെ 2 ചരക്കുകളെയും വെച്ച് പരസ്യമായി, അതും നമ്മളാണെങ്കിൽ ഉണ്ടായിരുന്നതും പോയി കാഞ്ഞു നിൽക്കുമ്പോ. മിസ്റ്റർ SP, സാറിന് എന്റെ സെക്സ് ലൈഫ് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ സെക്സ് ലൈഫ് അറിയാനും മദനകാമരാജൻ കഥ കേൾക്കുവാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളും അവളും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടല്ലേ എങ്ങനെ തട്ടിയത്? കീപ്പിന്റെ ജാറിനും കൂടെ ചേർന്ന് ഓണറെ കാച്ചുമില്ലായിരുന്നോ? യു മീൻ ഐ? നിങ്ങൾക്ക് ജീപ്പുണ്ടോ? ആ, എനിക്ക് എല്ലാത്തരം വെഹിക്കിൾസും ഉണ്ട്. അതല്ല ചോദിച്ചത്. ജീപ്പുണ്ട്. മണി മരിച്ച ദിവസം അങ്ങേര് പത്മത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് അവളുടെ ഫോൺ വന്നില്ലേ? അങ്ങേര് ഇന്ന റൂട്ടിലുണ്ടെന്ന് പറഞ്ഞു. മിസ്റ്റർ ഹരിദാസ്, നിങ്ങൾ എന്നെ ആ മർഡറുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്കതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. എന്റെ ഇന്നസെൻസ് തെളിയിക്കാൻ കുറെ കാശ് കളയേണ്ടി വരും. നിങ്ങൾക്ക് ആ ചെലവില്ല. പക്ഷേ ഞാനത് തെളിയിച്ചിരിക്കും. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. ഒന്നാമത് ഒരുത്തനെ തട്ടിയിട്ട് സ്വന്തമാക്കണമെന്ന് തോന്നത്തക്ക വണ്ണം അത്ര റയർ സ്പീഷീസ് ഒന്നും അല്ല ആ പെണ്ണ്. പിന്നെ നിങ്ങളിപ്പോ അവളെയും കൊണ്ട് നടക്കുന്നത്? അത് മിസ്റ്റർ മണി മരിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്നെ പോലെ ഒരുത്തം വേണമല്ലോ. അത്രയും കണക്കാക്കിയാൽ മതി. ഇനിയിപ്പോ ഏറിയാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം, അതിനൊക്കെ അവൾ വർത്താണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അതിന് ഞാൻ ഇടപെടുന്നില്ല. താങ്ക് യു. പക്ഷേ നിങ്ങളെ ഞാൻ എപ്പോഴും തെരഞ്ഞോണ്ടിരിക്കും. അത് മറന്ന് കളിക്കണ്ട. യുവർ വിഷ്. പോക്കിരത്തരം കാണിക്കരുത്. നിങ്ങൾ ആരാവോ ഇതൊക്കെ പത്രക്കാരോട് വിളിച്ചു പറയാൻ? അല്ല, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഇയാൾ പറഞ്ഞേ? ഫാദർ പവിയാനോസ് വാനൊലിക്കര പ്രസ്താവിച്ചു. ഇയാൾ ആരാവുക പ്രസ്താവിക്കാൻ?
എല്ലാവരും ഗ്ലാമർ അടിക്കണം. ഇവിടെ ബാക്കിയുള്ളവന്റെ ആസനത്തിൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വെച്ചാ വേവും. ആ നേരത്താ. അല്ല, ആരോ എന്തോ ചോദിച്ചപ്പോ ഞാനങ്ങനെ തെളിവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് ഐ ജി എന്നെ വിളിച്ച് പറഞ്ഞ തെരയെന്താണെന്നറിയോ? ശരിക്ക് പറഞ്ഞാൽ നിങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടാ വേണ്ടത്. എന്നിട്ട് നല്ല ഇടി വെച്ചു തന്നെ. അവനൊന്ന് വിളിക്കാം. ആ ക്രിസ്റ്റഫറിനെ ഇങ്ങോട്ട് കൊണ്ടുപോടൂ. അവന്റെ ഹെൽത്ത് റിപ്പോർട്ട് ഇങ്ങനത്തെ. ആ ഇപ്പൊ ഏറുന്നൊഴിയൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സർ. പുള്ളി വളരെ ശാന്ത പ്രകൃതക്കാരനായി പോയി. ഇപ്പോ ക്രിസ്റ്റി ഇരിക്കെ. ക്രിസ്റ്റഫർ സിറ്റ് സിറ്റ് ക്രിസ്റ്റഫർ. നിങ്ങൾ പോയിക്കോളൂ. അച്ഛനും പോകുമ്പോ വാതിലടച്ചേക്ക്. ക്രിസ്റ്റിക്ക് എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ അതിനെ പിടിച്ചിട്ട് വന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ തമ്മിൽ അടിയുണ്ടായി. നല്ല രസമായ അടി. ഓർമ്മയുണ്ടോ? ഇതാരാ? ഇതാരാ? ഇത് ക്രിസ്റ്റി. നീ ക്രിസ്റ്റഫർ റൊസാരിയോ. ക്രിസ്റ്റഫർ റൊസാരിയോ. ആ ക്രിസ്റ്റി. ഇതാരാ? ക്രിസ്റ്റിയുടെ അമ്മ, മമ്മ ശ്രീദേവി. ശ്രീദേവി റൊസാരിയോ നിന്റെ അമ്മ. ആ ഇത് ക്രിസ്റ്റിയുടെ പപ്പ. ദാ ഇത് മിസ്റ്റർ റൊസാരിയോ ഫെർണാണ്ടസ്. ദാ ഇത് അതെ നിന്റെ പപ്പ റൊസാരിയോ. യെസ്, നിന്റെ പപ്പ അല്ലേ അത്? നോക്ക്. യെസ്, ഹീസ് യുവർ ഫാദർ. Leave me, I said stop. Leave me. Leave me. ഇത്രയും മരുന്ന് ഇവനിപ്പോ കൊടുത്തോണ്ടിരിക്കുകയാണോ? അതെ. എന്നിട്ടാണ് കണ്ടില്ലേ, ഈ മരുന്ന് കുറച്ചുകൂടെ. എനിക്ക് വയലൻസും കൂടും. കൂടിക്കോട്ടെ, അതിന് ഞങ്ങൾക്ക് മരുന്നുണ്ട്. മരുന്ന് കുറച്ചാലേ അവനെ കൊണ്ട് എനിക്ക് സംസാരിപ്പിക്കാൻ കഴിയൂ. അതാണ് ഇപ്പോൾ ആവശ്യം. സാർ, അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വിടുക. മെഡിക്കൽ സയൻസ് ഈസ് നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ഡിപ്പാർട്ട്മെന്റ്. അച്ചോ, ഞാൻ ഈ റിപ്പോർട്ട് ഒന്ന് കൊണ്ടുപോകുന്നു. അല്ല, അത് എനിക്കിത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണിക്കണം. ഞങ്ങളുടെ ഡോക്ടറെ, കുറെ കൂടി വലിയൊരു സ്പെഷ്യലിസ്റ്റിനെ. അതെന്തിന്? വി ആർ കമ്പീറ്റന്റ് ഇനഫ് ടു ഹാൻഡിൽ. എനിക്ക് ഈ പേഷ്യന്റിനെ എന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി കിട്ടണം. ഞാൻ ഇയാളെ ഇവിടുന്ന് മാറ്റുക. അതെ, അവിടുന്ന് മാറ്റാം. അതാ നല്ലത്. താങ്ക് യു സർ. ഏതായാലും ഡിപ്പാർട്ട്മെന്റ് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും സമാധാനം. സർ, നിങ്ങൾക്ക് എന്നിട്ടും എന്താ ഒരു... എനിക്കിപ്പോ ഈ ന്യൂസ് പുറത്തു പോരുന്നുണ്ടായിരുന്നു. അത് പുറത്തു പോയതുകൊണ്ട് നാട്ടുകാർക്കൊരു ആശ്വാസമായില്ലേ? സർ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിന്... ഇനി എന്താ അന്വേഷണം? പ്രതി കസ്റ്റഡിയിലായ സ്ഥിതിക്ക്. അതല്ല സർ. ടെൽ മീ, വാട്ട്സ് യുവർ പ്രോബ്ലം? അതല്ല, കൊലപാതകി ചിലപ്പോ ഒരാളല്ലെന്ന് വന്നാലോ? അങ്ങനെ വരുമോ? വന്നുകൂടായില്ല സർ. അങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല.
എന്താ ക്രിസ്റ്റി, സുഖമില്ലേ? തലവേദന ഉണ്ടോ? നല്ല തലവേദന കാണും. തല പിളരുന്നത് പോലുള്ള വേദന കാണും. എന്റെ കൈ കൊണ്ട് തരുമ്പോഴത്തെ സ്റ്റേജുമായി തട്ടിച്ചു നോക്കിയ ഇയാളിപ്പം വളരെ മെച്ചപ്പെട്ടിരിക്കുക. അത്യാവശ്യം സംസാരിക്കാവുന്ന കണ്ടീഷനായി വരുന്നു. പക്ഷെ ഇപ്പോഴും മരുന്നുകൾ അതങ്ങനെ പെട്ടെന്ന് പൂർണ്ണമായിട്ട് അങ്ങ് നിർത്താനൊന്നും പറ്റില്ല. ഓ, അതെനിക്കറിയാം. എനിക്ക് തോന്നുന്നത് ഈ കക്ഷി ആ ഹോസ്പിറ്റലിൽ ആദ്യം ചാടിപ്പോയില്ലേ, ആ സമയത്ത് പുള്ളിക്ക് ഭ്രാന്തി തീരെ കുറവായിരുന്നു എന്ന്. ചാടിപ്പോണെന്ന് തോന്നണമെങ്കിൽ തന്നെ അതാണ്. ആ. നിങ്ങൾ രണ്ടാമത് പിടിച്ചോണ്ട് കൊടുത്തതിന് ശേഷം ആ ഹോസ്പിറ്റലുകാർ കണ്ടമാനം മരുന്ന് കയറ്റി കളഞ്ഞു. ഒരു സാധാരണ മനുഷ്യനെ ഭ്രാന്തനാക്കാനുള്ള ചെയ്തെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ കണ്ടീഷനിൽ ഒരു പേഷ്യന്റ് ആവുമ്പോൾ ചോദിക്കാനുണ്ടോ? ഉം. ഡോക്ടർ, എനിക്ക് ഈ പേഷ്യന്റിനെ കൊണ്ട് സംസാരിപ്പിച്ചേ മതിയാവൂ, അറ്റ് എനി കോസ്റ്റ്. കുഴഞ്ഞ കേസിൽ എനിക്ക് ആകെ കിട്ടിയ പിടിവലിയാണിവൻ. നോ, പക്ഷെ ഈ കണ്ടീഷൻ വെച്ച് ക്രിസ്റ്റി എപ്പോ സംസാരിച്ചു തുടങ്ങുമെന്ന് ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ്. ഹി ഹാസ് ബിക്കം മ്യൂട്ട്. ഞാനൊരു സജഷൻ വെക്കട്ടെ? ഓഫ് കോഴ്സ്. സാറ് ന്യൂറോ ബയോളജിയിലെ ഇവിടുത്തെ ഡയറക്ടർ ആണ്. ഏഷ്യയിലെ തന്നെ ഈ ബ്രാഞ്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്രിസ്റ്റി നമുക്കൊരു നാർക്കോ അനാലിസിന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മനഃപൂർവ്വം മിണ്ടാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു പ്രതിയാണെങ്കിൽ നമുക്ക് അവനൊരു സൈക്കാട്രിസ്റ്റിനെ വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്ത് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ എടുക്കാമായിരുന്നു. ഭ്രാന്തിന്റെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതൊരു തരത്തിലും സാധ്യമല്ല. യെസ്, ഹി ഈസ് ഷീസോഫ്രീനിക്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ റെയറാണ്. വളരെ വളരെ കുറച്ച് ഡോക്ടേഴ്സിന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ സാറിന് ഇത് ചെയ്യാൻ പറ്റും. കാരണം സാർ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്സിലും ജർമ്മനിയിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇമാതിരി ചില സിറ്റുവേഷൻസിൽ സാർ അവിടുത്തെ പോലീസിന് സഹായിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞത്? സർ, ഐ എം ആൻ IPS മാൻ. ഞാൻ ഈ പേഷ്യന്റിനെ അങ്ങയുടെ കീഴിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് തന്നെ വേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനൊരു നിർദ്ദേശം വെച്ച് നോക്കാമെന്ന് കരുതിക്കൊണ്ടാണ്. യു ആർ വെരി ഷ്രൂഡ്. ഞാൻ ഉദ്ദേശിച്ചത് ട്രൂത്ത് സിറംസ്. ട്രൂത്ത് സിറംസ് എന്ന് പറയുന്നത് തന്നെ ആ യൂസേ തന്നെ തെറ്റാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ്, മരുന്ന് കുത്തിവെച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യം പറയിക്കുക, അതാണല്ലോ. സോ ദേ ഷുഡ് ബി കോൾഡ് നാർക്കോട്ടിക് ഡ്രഗ്സ്, നോട്ട് ട്രൂത്ത് സിറംസ്. ഓ, ഒന്നാമത് ട്രൂത്ത് തന്നെ പറഞ്ഞോളണമെന്നില്ല. പേഷ്യന്റിന്റെ ഭാവന ഉണർത്താൻ എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ അതൊരു കോടതി തെളിവാകുന്നില്ല. അതിനോ? പക്ഷേ ഇത് എന്തെങ്കിലും ഒരു സമാധാനത്തിന്. സ്റ്റേറ്റ്സിൽ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെ ഇന്നിപ്പോ എല്ലാ അഡ്വാൻസ് കൺട്രീസിലും ചില അപൂർവ കേസ് തെളിയിക്കാൻ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഒരു 4 മാസം മുമ്പ് പൂനെയിലെ ആ ഫാമിലി മസാക്കറിന്റെ കേസിൽ എന്റെ ഒരു അപേക്ഷ സാർ ക്രിസ്റ്റിയുടെ കേസിൽ അതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ്. പ്ലീസ്. അവനെതിരെ നേര് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എന്ത് തെളിവാ ഉള്ളത്? എനിക്കെങ്കിലും ബോധ്യമാവേണ്ടേ അവനായത് മുഴുവൻ ചെയ്തതെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു മർഡറെങ്കിലും. അതിനവൻ സംസാരിച്ചല്ലാതെ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല. അതുകൊണ്ടാണ്. അല്ലേ പിന്നെ തെളിവുണ്ടാക്കണം. അതെളുപ്പമാ. പ്രത്യേകിച്ച് പ്രതി നമ്മുടെ കസ്റ്റഡിയിൽ, അതും ഭ്രാന്ത സെല്ലിൽ കിടക്കുമ്പോൾ. ഇറ്റ്സ് വെരി ഈസി. അങ്ങനെ ഇപ്പോ എന്റെ യൂണിഫോമിൽ ഒരു മെഡൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇറ്റ് ഈസ് അഡ്മയറബിൾ. താങ്ക് യു ഡോക്ടർ. നമുക്ക് ക്രിസ്റ്റിയുടെ കണ്ടീഷൻ കുറച്ചുകൂടെ ഒന്ന് മെച്ചമാവട്ടെ. എനിക്കും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. ആൻഡ് ഐ നീഡ് ഡോക്ടർ ചാണ്ടി ആസ് ദി അനസ്തേസിസ്റ്റ്. പുള്ളിയുടെ അവൈലബിലിറ്റിയും നോക്കണം. ഏതായാലും നിങ്ങൾ ഇതിന്റെ മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ മൂവ് ചെയ്തോളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞോട്ടെ. വി വിൽ ട്രൈ എ നാർക്കോ അനാലിസിസ് ഓൺ ക്രിസ്റ്റഫർ.